നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ഉയിരിൻ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ആരാകിലും നിന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ ഓരോ ദിനം കഴിയേ കാറ്റിൻ്റെ കാലൊച്ച കേൾക്കുമ്പോഴും നീ വന്ന പോലുള്ളിൽ തോന്നുന്നിതാ നെഞ്ചു നീറിടുമ്പോഴും എന്റെ താളമായി ആലംബമെന്നും മഴലാഴങ്ങൾ നീന്താ നീ എന്ന നാമം പൊരുളേ നാഥനെ ഉലകിൻ ആദിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ ഉയിരിൻ നാഥനെ ബലിവസ്തുവായിടും അഖിലേശ്വരനെന്നും ആരാധന ബലിവേദി മുന്നിലായി അണിചേർന്നു നിന്നിവർ ആത്മാവിലർപ്പിക്കും ആരാധന അൾത്താരയിൽ പൂജ്യ ബലിവസ്തുവായി
നാവിൽ തിരുനാമമന്ത്രം ജപിച്ച് കയ്യിൽ ജീവിത ക്രൂശും പിടിച്ച് കർത്താവിനെ കാത്തു നിൽക്കുന്നു ഞങ്ങൾ. പിടിച്ച് കർത്താവിനെ കാത്തു നിൽക്കുന്നു ഞങ്ങൾ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊഴിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടി ബലിയർപ്പിക്കാം. വിനയമോടെ നിന്നെ നാമേറ്റു പുകഴ്ത്തുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നാമേറ്റു പുകഴ്ത്തുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. അക്ഷയമവനുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. തിമോഥെയോസിനെഴുതിയ രണ്ടാം ലേഖനം അധ്യായം 2 1 മുതൽ 5 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവേ ആശീർവദിക്കട്ടെ. ക്രിസ്തുവിന്റെ പടയാളി, എന്റെ മകനെ, നീ യേശുക്രിസ്തുവിന്റെ കൃപാവരത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുക. അനേകം സാക്ഷികളുടെ മുൻപിൽ വെച്ച് നീ എന്നിൽ നിന്ന് കേട്ടവ മറ്റുള്ളവരെ കൂടി പഠിപ്പിക്കാൻ കഴിവുള്ള വിശ്വസ്തരായി ആളുകൾക്ക് പകർന്നു കൊടുക്കുക. യേശുക്രിസ്തുവിന്റെ നല്ല പടയാളിയെ പോലെ കഷ്ടപ്പാടുകൾ സഹിക്കുക. സൈനിക സേവനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പടയാളി തന്നെ സൈന്യത്തിൽ ചേർത്ത ആളിന്റെ ഇഷ്ടം നിറവേറ്റാനുള്ളതിനാൽ മറ്റു കാര്യങ്ങളിൽ തലയിടാറില്ല. നിയമാനുസൃതം മത്സരിക്കാത്ത ഒരു കായിക അഭ്യസിക്കും കിരീടം ലഭിക്കുകയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ പാടിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ നല്ലൊരാശയമെന്നതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനം മധുവായി ഞാനതൊഴുക്കിടട്ടെ.
ഏറ്റമനുഗ്രഹപൂരിതൻ നമുക്ക് ശതാബ്ദത്തിൽ നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധമത്തായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അന്ന് തന്നെ യേശു ഭവനത്തിൽ നിന്ന് പുറത്തു വന്ന് കടൽ തീരത്തിരുന്നു. വലിയ ജനക്കൂട്ടങ്ങൾ അവന്റെ അടുത്തു വന്നു. തന്നിമിത്തം അവനൊരു തോണിയിൽ കയറിയിരുന്നു. ജനക്കൂട്ടം മുഴുവൻ തീരത്ത് നിന്നു. അപ്പോൾ അവൻ വളരെ കാര്യങ്ങൾ ഉപമകൾ വഴി അവരോട് പറഞ്ഞു. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. അവൻ വിതച്ചപ്പോൾ വിത്തുകളിൽ കുറെ വഴിയരികിൽ വീണു. പക്ഷികൾ വന്ന് അത് തിന്നു. ചിലത് മണ്ണ് അധികമില്ലാത്ത പാറമേൽ വീണു. മണ്ണിന് ആഴമില്ലാതിരുന്നതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റ് വാടുകയും വെയിലില്ലാതിരുന്നതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്ത് വീണു. അത് 100 മേനിയും 60 മേനിയും 30 മേനിയും വിളവ് നൽകി. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിനാൽ വിതക്കാരന്റെ ഉപമ നിങ്ങൾ കേട്ടുകൊള്ളുവിൻ. രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് മനസ്സിലാകാതിരിക്കുന്നവൻ നിന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ദുഷ്ടൻ വന്ന് അപഹരിക്കുന്നു. ഇതാണ് വഴിയരികിൽ വീണ വിത്ത്. വചനം കേട്ടിട്ട് ഉടനെ സന്തോഷം സ്വീകരിക്കുകയും തന്നിൽ വേരില്ലാത്തതിനാൽ അല്പനേരം മാത്രം നിലനിന്നിട്ട് വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം വീണു പോവുകയും ചെയ്യുന്നവനാണ് പാറമേൽ വീണ വിത്ത്. ഒരുവൻ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിന്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാക്കുകയും ചെയ്യുന്നു. ഇവനാണ് മുള്ളുകൾക്കിടയിൽ വീണ വിത്ത്. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ് വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. അതുപോലെ തന്നെ ഈ വിശുദ്ധർ നമുക്ക് പകർന്നു നൽകുന്ന ആ വിശ്വാസ ചൈതന്യവും ആ ധാർഢ്യവും ആ തീക്ഷ്ണതയും പ്രേക്ഷിത ബോധ്യവും നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിൽക്കുവാൻ, അതിനെ വളർത്തുവാനുള്ള കൃപ ഓരോരുത്തർക്കും ഓരോ ദിവസവും ലഭിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യാം. പരിശുദ്ധ അമ്മയെ പോലെ ഏറ്റവും നിർമ്മലമായി എപ്പോഴും കൃപയുടെ അവസ്ഥയിൽ ജീവിക്കുവാൻ. അതുപോലെ തന്നെ തോമാസ് ലീഹ നമുക്കറിയാം, ഈ വർഷം നമ്മൾ തോമാസ് ലീഹയുടെ രക്തസാക്ഷിത്വത്തിന്റെ 1950 മാർട്ടിർഡം ആ വാർഷികമായിട്ട് നമ്മൾ ആചരിക്കുകയാണ്. തോമാസ് ലീഹായിൽ നിന്നും ലഭിച്ചിരിക്കുന്ന വിശ്വാസത്തിന്റെ ആ വലിയ പൈതൃകം അത് നമ്മൾ ഊതിക്കിടത്താതെ നമ്മുടെ മക്കൾക്ക് വെള്ളം കലർത്താതെ ഒക്കെ കൊടുക്കുവാനും, അതുപോലെ തന്നെ രക്തസാക്ഷി മകുടം ചൂടിയിരിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസ് സഹദ. വിശുദ്ധ സെബസ്ത്യാനോസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, അദ്ദേഹം ഒരു ആത്മായ വിശുദ്ധനാണ്. ഈശോയിലുള്ള തന്റെ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച വലിയ ഉന്നത സ്ഥാനമുള്ള ഒരു വ്യക്തിയാണ്. അതൊക്കെ ത്യജിച്ച് ഈശോയ്ക്ക് വേണ്ടി, ഈശോയിലുള്ള വിശ്വാസത്തിന് വേണ്ടി മറ്റു ക്രിസ്ത്യാനികളെ സഹായിക്കുവാൻ മുന്നോട്ട് വന്ന തന്റെ വിശ്വാസം പ്രഖ്യാപിച്ച, തന്റെ നിലപാട് വ്യക്തമാക്കിയ വലിയ വിശുദ്ധന്റെ ആ ഒരു പ്രചോദനം നമുക്കും ഈ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, അറിയിക്കുവാനുള്ള ആ ധൈര്യം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി പ്രത്യേകം ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. ഇന്ന് കൂടാതെ നമ്മുടെ സിറോ മലബാർ സഭയിൽ we also celebrate the feast of the evangelist. അതായത് മുഴക്കം നിന്നപ്പോൾ അതിന്റെ എഫക്ട് കുറഞ്ഞില്ലേ, വിശുദ്ധർ, അതായത് സുവിശേഷകർ. ആരൊക്കെയാണ് സുവിശേഷകർ? എത്ര സുവിശേഷകരുണ്ട് നമുക്ക്? How many evangelists? തോമ, സെബസ്ത്യാനോസ്, ആരൊക്കെയാ? മത്തായി, മാർക്കോസ്, ലൂക്ക, യോഹന്നാൻ. ഞാൻ വിചാരിച്ചു വിശുദ്ധരുടെ പേരങ്ങോട്ട് പറഞ്ഞ് തയ്യാറാക്കാൻ. അപ്പൊ ഈ 4 വിശുദ്ധരുടെയും കൂടി ഫീസ്റ്റ് ഇന്ന് നമ്മുടെ സിറോ മലബാർ സഭയിൽ
നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 7 പേര് സമ്പൂർണ്ണ സംഖ്യയാണ്. വലിയ 7 വിശുദ്ധരുടെ നമുക്കറിയാം, ഈശോ ചെയ്ത കാര്യങ്ങളും ഈശോ പറഞ്ഞ വാക്കുകളും ഒക്കെ നമുക്ക് ഈ സുവിശേഷത്തിൽ പകർന്നു തന്നത് ഈ 4 വിശുദ്ധരാണ്. ഇവരുടെയും മധ്യസ്ഥം അപേക്ഷിച്ച് നമുക്ക് പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കാം. വചനമാണല്ലോ ഈശോ. മനസ്സിലാക്കി തരുവാൻ, നമ്മുടെ ഹൃദയത്തിൽ ധ്യാനിക്കുവാനുള്ള കൃപ ഇവരുടെ മാധ്യസ്ഥത്തിലൂടെ നമുക്ക് ലഭിക്കും. ഇന്ന് നമ്മൾ ശ്രമിച്ച തിരുവചന ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ, വിതക്കാരന്റെ ഉപമ നമ്മൾ പല പ്രാവശ്യം ആവർത്തിച്ച് കേട്ട ഒരു ഭാഗമാണല്ലേ. ആവർത്തിച്ച് കേൾക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്ത ഒരു വചനഭാഗമാണ് വിതക്കാരന്റെ ഉപമ. 3 മുഖ്യ കഥാപാത്രങ്ങൾ, 3 മെയിൻ ക്യാരക്ടർ. കർത്താവായ ദൈവമേ, നിന്നെ അനുകരിച്ച വിശുദ്ധരെ അനുസ്മരിക്കുന്ന ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ജീവിതത്തിലും മരണത്തിലും നിനക്ക് നിർഭയം സാക്ഷ്യം വഹിച്ചു. കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യ ഹൃദയം ആസ്വദിച്ചിട്ടില്ലാത്തതുമായ സ്വർഗീയ സൗഭാഗ്യത്തിൽ സകല വിശുദ്ധരോടുമൊത്ത് നിന്നെ സ്തുതിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. തിരുമൈലിടമുമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുകനാ അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. സർവശക്തനും പിതാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെ സൃഷ്ടാവിൽ നമ്മൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വശക്തിയുള്ള പിതാവും വിനാശിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശ്വരൻ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യവും സത്യവും കാരുണ്യം വേണ്ടി വന്നിരിക്കുന്ന നമ്മുടെ അജഗണമായ ജനത്തെ സുഗന്ധപൂരിതരാക്കണം. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്ഥം അയോഗ്യരാകുന്നു. എങ്കിലും സുന്ദരവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വാസിയായി നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള ജീവൻ നൽകിടുന്ന
എന്നേക്കും ജീവിക്കും. നേടുമവൻ സ്വർഗ്ഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദങ്ങളോട് സമീപിക്കാം. ഉണ്ടാക്കുന്നതാണെന്ന ക്ഷണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സൗന്ദര്യ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ട് നമുക്ക് സത്യ നാങ്ങാൻ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. ശുദ്ധതയിലും ദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവസങ്ങളിൽ പങ്കുകൊള്ളാം. ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ കർത്താവേ, ശക്തനായ സർവേശ്വരാ, ജനത്തിനുള്ളതാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുന്നു. നമ്മുടെ മേലുണ്ടാകട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവേ, യേശുമിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗ്ഗരാജ്യത്തിലുള്ള ശാസ്ത്രത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തപാനം ചെയ്യുവാനും നിങ്ങൾ ക്ഷണിക്കുന്നു. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം, കാതിൽ എന്നീശോതൻ നാദം, കണ്ണിൽ ഈശോതൻ രൂപം, നെഞ്ചിൽ ഈശോതൻ സ്നേഹം, മനസ്സു നിറയെ നന്ദി മാത്രം. നാവിൽ എന്നീശോതൻ നാമം. നീയൻ അരികിൽ വന്നു, ഉള്ളം തരളിതമായി
പുത്രൻ നാദം. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, നിന്റെ ഉത്ഥാനത്തിന്റെ മഹത്വത്തിൽ പങ്കുചേർന്ന സകല വിശുദ്ധരോടും കൂടെ സഭയിൽ നിന്നെ പ്രകീർത്തിക്കുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കി. നിന്റെ അനന്തമായ സ്നേഹത്തിന് നന്ദി പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളെന്നും കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. മിശിഹാനാഥനും ലോകത്തിൽ സാക്ഷ്യമണച്ച വിശുദ്ധൻ മഹിമാപൂരിത മാതൃകയാ സഭയാ അമ്മയലങ്കൃതയാ ദൈവമവർക്കായി നൽകിയിടും ദിവ്യമഹത്വം ദർശിക്കാൻ ആധ്യാത്മികമാം നയനങ്ങൾ നാഥൻ നിങ്ങൾക്ക് പാവന ബലിയിൽ മോദമോടെ പങ്കാളികളായി തീർന്നവരാ നിങ്ങളെ അൻപോടു സകലേശൻ പാവനരാക്കി തീർക്കട്ടെ. ജീവനെഴും തിരു സ്ലീവായ നിങ്ങൾ മുദ്രിതരാകട്ടെ, സംരക്ഷിതരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. കനിയണമേ മിശിഹായേ, കനിയണമേ കർത്താവേ, ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗ്ഗപിതാവാം സകലേശാ, ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ, ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ, ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ, ദിവ്യാനുഗ്രഹമേകണമേ. വിശുദ്ധി വിരിയും പാതകളിൽ ചരിച്ചു നാഥൻ സമ്മോദം. നിറച്ച പാവന ധീരാത്മാ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.
ശാശ്വത ലവണം നീ, മലയിലുയർന്നൊരു നഗരം നീ, പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉപവാസത്തിൻ പാതകളിൽ പ്രാർത്ഥന തീർത്തൊരു ദീപവുമായി മാഞ്ഞു കിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സ്വർഗതലത്തു മഹോന്നതമാം നിക്ഷേപങ്ങൾ നിറച്ചവനെ ചിന്തകൾ വിണ്ണിലുയർത്തിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിനയത്തിൻ തിരുദർപ്പണമേ, ശാന്തഗുണത്തിൻ പാർപ്പിടമേ, ദുഃഖിതനൂഴിയിലാശ്രയമേ, ദിവ്യാനുഗ്രഹമേ ഗണമേ. കനിയണമേ മിശിഹായേ, കനിയണമേ കർത്താവേ, ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശാ ദിവ്യാനുഗ്രഹമേകണമേ, നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേ ഗണമേ, പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേ ഗണമേ. വിശുദ്ധി വിരിയും പാതകളിൽ ചരിച്ചു നാഥൻ സമ്മോദം, നിറച്ച പാവന ധീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ക്രൂശിതനായൊരു ദൈവത്തിൻ പൂജിതമാം തിരുമാതൃകയാൽ കുരിശിൻ പാത പുണർന്നവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ആനന്ദത്തിലുമല്ലലിലും പ്രീതി മഹേശനു ചേർത്തൊടുവിൽ, നിത്യകിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിനീതനായ വിശുദ്ധാത്മാ വിരിഞ്ഞ പൊന്തിയ വിൺമലരെ, നിറഞ്ഞ നീതി പുണർന്നിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി.
അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യകമറിയത്തിനെയും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സുഹൃതങ്ങൾ പരിഗണിച്ചു ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിനെ യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മധ്യസ്ഥതയാൽ സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ഉദ്ദിഷ്ടകാര്യം സാധിച്ചു തന്ന ദൈവം നിങ്ങളെ സഹായിക്കുകയും നിങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം വിജയിപ്പിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ